നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പ്രസിദ്ധമായ മൂക്കുതല മേലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ശക്തിയുടെ പ്രതീകമായി വിളങ്ങുന്ന കണ്ണേങ്കാവിലമ്മയുടെയും മേലേക്കാവിലമ്മയുടെയും സന്നിധിയിൽ നാളത്തെ അയ്യപ്പൻ വിളക്കിനായി ഈ ക്ഷേത്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അയ്യപ്പൻ വിളക്കിന് മുന്നോടിയായി ഇന്ന് ഇവിടെ കൊണ്ടാടുന്നത് ഭക്തിയുടെ അഗ്നിശുദ്ധിയായ കർപ്പൂരാഴിയാണ്. ദുരിതങ്ങൾ അകറ്റാനും ദേവിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കാനും ഈ കർമ്മം സഹായകമാകുന്നു എന്നാണ് വിശ്വാസം. ഈ ചടങ്ങ് നാളെ നടക്കാനിരിക്കുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങി നിൽക്കാൻ ഭക്തർക്ക് ഊർജം നൽകുന്നു. നൂറുകണക്കിന് ഭക്തരെ സാക്ഷിയാക്കി ഈ രാത്രിയിൽ കർപ്പൂരാഴി ഇവിടെ ഭക്തി നിർഭരമായി അരങ്ങേറും. മുക്കുതലയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രവും അതിനോട് ചേർന്ന് നിലകൊള്ളുന്ന മേലേക്കാവ് ഭഗവതി ക്ഷേത്രവും മൂക്കുതലയിലെയും മറ്റ് സമീപ പ്രദേശങ്ങളിലെയും ഭക്തജനങ്ങൾക്ക് എക്കാലവും ആശ്രയ കേന്ദ്രമാണ്. വർഷങ്ങളുടെ പഴക്കവും ഐതിഹ്യപ്പെരുമയും പേറുന്ന ഈ ക്ഷേത്രങ്ങൾ കേരളീയ വാസ്തുവിദ്യയുടെയും ഭക്തിയുടെയും മകുടോദാഹരണമാണ്. കണ്ണേങ്കാവിലമ്മയുടെയും മേലേക്കാവിലമ്മയുടെയും ചൈതന്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഐശ്വര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായി വിളങ്ങുന്ന ഈ ദേവീ സന്നിധികളിൽ മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ആർക്കും അമ്മ അനുഗ്രഹം നൽകാതിരുന്നിട്ടില്ല എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വിവിധതരം വഴിപാടുകളിലൂടെയും ഉത്സവങ്ങളിലൂടെയും ക്ഷേത്രം എന്നും ഭക്തിയുടെ നിറവിൽ നിൽക്കുന്നു. നാളത്തെ അയ്യപ്പൻ വിളക്കിനോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്കായി ഈ ക്ഷേത്രാങ്കണം ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി നാളത്തെ മഹോത്സവത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇന്നത്തെ മറ്റു കാഴ്ചകളിലേക്ക്. പൗരാണികമായ ഈ ക്ഷേത്രാങ്കണം ഇപ്പോൾ ദീപാലങ്കാരങ്ങളാൽ ശോഭയേകി നിൽക്കുകയാണ്. ക്ഷേത്രനടയിലും പരിസരത്തും ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓരോ ഭക്തനും അമ്മയുടെ അനുഗ്രഹം തേടി ഈ പുണ്യരാത്രിയിൽ ഇവിടെ നിലകൊള്ളുന്നു. ഇന്നത്തെ പ്രധാന ചടങ്ങുകൾക്കായി ക്ഷേത്രം ഇപ്പോൾ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഭക്തിയുടെ പ്രകാശഗോപുരമായി നൂറുകണക്കിന് അമ്മമാർ അണിനിരക്കുന്ന താലം എഴുന്നള്ളിപ്പ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഭക്തിയുടെ അഗ്നിജ്വാലയായി കർപ്പൂരാഴി ഇപ്പോൾ ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറുകയാണ്. നൂറുകണക്കിന് ഭക്തർ തടിച്ചുകൂടിയിരിക്കുന്ന ഈ വേദിയിൽ അയ്യപ്പന്റെയും ഭഗവതിയുടെയും ചൈതന്യം വിളിച്ചോതുന്ന ഈ കർപ്പൂരാഴി കാഴ്ചക്കാർക്ക് ഒരു നവ്യാനുഭവമാണ് നൽകുന്നത്. ഈ അഗ്നിശുദ്ധിയിൽ എല്ലാവരുടെയും ദുരിതങ്ങൾ അകന്ന് നന്മ മാത്രം നിറയട്ടെ. ഭക്തിയുടെ ഈ അലകളിൽ നാളത്തെ അയ്യപ്പൻ വിളക്കിനായി ഒരുങ്ങുന്ന കണ്ണേങ്കാവ് ക്ഷേത്രം ഇപ്പോൾ പൂർണ്ണമായും ആവേശത്തിലാണ്. കൈയൊപ്പം കൂപ്പിക്കരഞ്ഞു പറഞ്ഞെന്നാൽ കൈയൊഴിഞ്ഞിടുന്ന ദൈവമുണ്ട്. ഇനി നമുക്ക് കർപ്പൂരാഴിയുടെ വീഡിയോ കാണാം. കർപ്പൂരാഴിയുടെ ചടങ്ങുകൾക്കായി മേലേക്കാവിലേക്ക് അയ്യപ്പഭക്തന്മാർ യാത്ര തിരിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ചൊരിഞ്ഞിടുന്ന ദൈവമുണ്ടോ? ഈ എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടിക്കൊണ്ട് ക്ഷേത്രാങ്കണത്തെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്ന ചെണ്ടമേളം ത്രസിപ്പിക്കുന്ന ഈ താളവിസ്മയം ഒരുക്കിയിരിക്കുന്നത് പ്രശസ്തരായ കിരൺ പ്രൊഡക്ഷൻസ് ആണ്. മേളത്തിന്റെ ആരവത്തിൽ ഭക്തരുടെ മനസ്സിൽ ഭഗവതിയുടെ ചൈതന്യം നിറയും. ചെണ്ടമേളത്തിന്റെ ഈ താളത്തിനൊത്ത് ഭക്തിയുടെ പ്രവാഹം കണ്ണേങ്കാവിനെ ചുറ്റിപ്പറ്റി ഒഴുകുകയാണ്. ഇപ്പോൾ നമ്മളിതാ ശ്രീ മേലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് കർപ്പൂരാഴിയുടെ തുടക്കം കുറിക്കുന്നത്. ഇതാ ഈ ക്ഷേത്രാങ്കണം ഇപ്പോൾ ഭക്തിയുടെയും സൗന്ദര്യത്തിന്റെയും സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് താലം എഴുന്നള്ളിപ്പ്. ആയിരക്കണക്കിന് യുവതികളും അമ്മമാരുമാണ് ഭഗവതിക്ക് തങ്ങളുടെ വഴിപാടായി താലമെടുക്കാൻ വേണ്ടി ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ദീപപ്രഭയിൽ ശോഭയേകി അമ്മയുടെ അനുഗ്രഹം തേടി ഈ പുണ്യരാത്രിയെ കൂടുതൽ ധന്യമാക്കാൻ അവർ തയ്യാറെടുക്കുന്നു. ഓരോ മുഖത്തും കാണാം ഭഗവതിയിലുള്ള അചഞ്ചലമായ വിശ്വാസവും സമർപ്പണവും. ഈ താലം ഭക്തർ അമ്മയ്ക്ക് നൽകുന്ന സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ദൃശ്യരൂപമാണ്. ഇവിടെ ഇതാ കർപ്പൂരാഴിയുടെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഈ ദൃശ്യത്തിലേക്ക് കടക്കാം നമുക്കിനി.
ഇതാ മേലേക്കാവിലമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങുന്നു. വഴിയോരങ്ങളിൽ ഭക്തജനത്തിന്റെ അകമഴിഞ്ഞ വരവേൽപ്പ്. കർപ്പൂരാഴിയുടെ പ്രധാന ചടങ്ങിനായി ഈ ഭക്തിപ്രവാഹം ഇപ്പോൾ കണ്ണേങ്കാവ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടിക്കൊണ്ട് ക്ഷേത്രാങ്കണത്തെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന ചെണ്ടമേളം ത്രസിപ്പിക്കുന്ന ഈ താളവിസ്മയം ഒരുക്കിയിരിക്കുന്നത് പ്രശസ്തരായ കിരൺ പ്രൊഡക്ഷൻസ് ആണ്. മേളത്തിന്റെ ആരവത്തിൽ ഭക്തരുടെ മനസ്സിൽ ഭഗവതിയുടെ ചൈതന്യം നിറയുന്നു. ചെണ്ടമേളത്തിന്റെ ഈ താളത്തിനൊത്ത് ഭക്തിയുടെ പ്രവാഹം കണ്ണേങ്കാവിനെ ചുറ്റിപ്പറ്റി ഒഴുകുകയാണ്. കർപ്പൂരാഴിയുടെയും താലത്തിന്റെയും ചടങ്ങുകൾക്കായി ഇപ്പോൾ എഴുന്നള്ളിപ്പ് കണ്ണേങ്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആചാരപരമായ ഈ ഒത്തുചേരലോടെ വിളക്ക് മഹോത്സവത്തിന്റെ ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ ഭക്തിയുടെ പൂർണ്ണതയിലെത്തുകയാണ്. ഇനി നമുക്ക് മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. ഭക്തിയുടെയും ആവേശത്തിന്റെയും നിറവിൽ ഇന്നത്തെ ചടങ്ങുകൾ ഇവിടെ പൂർണ്ണതയിലെത്തി. കർപ്പൂരാഴിയുടെ അഗ്നിജ്വാലയും താലം എഴുന്നള്ളിപ്പിന്റെ ദീപപ്രഭയും കണ്ണേങ്കാവ് ക്ഷേത്രത്തിന് നവ്യമായ അനുഭൂതി നൽകുന്നു. ഇരുട്ട് വീണിട്ടും ഭക്തജനത്തിന്റെ തിരക്കിന് യാതൊരു കുറവുമില്ല. അമ്മയുടെ അനുഗ്രഹം തേടി ഈ പുണ്യഭൂമിയിൽ ക്ഷേത്രാങ്കണത്തിൽ നിലകൊള്ളുന്ന ഓരോ ഭക്തനും ഈ ഉത്സവത്തിന്റെ ഭാഗമാണ്. ചെണ്ടമേളവും വിളക്കിന്റെ ചൈതന്യവും ഇവിടെ ഒരുക്കിയ അന്തരീക്ഷം അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾക്കുള്ള കാത്തിരിപ്പ് വർദ്ധിപ്പിക്കുന്നു. ഇതാ ഇനി വിളക്കിന്റെ പ്രധാന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഭക്തിയുടെ അഗ്നിജ്വാലയായ കർപ്പൂരാഴി ഇപ്പോൾ കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ചുറ്റും തടിച്ചുകൂടിയ ഭക്ത സഹസ്രങ്ങളുടെ ആർപ്പുവിളികൾക്കും ശരണം വിളികൾക്കും ഇടയിൽ ഈ അഗ്നിശുദ്ധി നടക്കുമ്പോൾ ക്ഷേത്രാങ്കണം ഭക്തിയുടെ ആവേശക്കടലായി മാറുന്നു. ഒപ്പം അയ്യപ്പന്റെ അവതാര കഥകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ആവേശകരമായ തുള്ളലും അരങ്ങേറുന്നു. ഇതിനോടൊപ്പം ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന താലം എഴുന്നള്ളിപ്പിന്റെ മനോഹാരിത കൂടി ചേരുമ്പോൾ ഈ കാഴ്ച ഒരു നവ്യാനുഭവമായി മാറുന്നു. കർപ്പൂരാഴിയുടെ തീനാളങ്ങൾ, തുള്ളലിന്റെ ചടുലത, താലക്കാരുടെ ഭക്തിനിർഭരമായ സാന്നിധ്യം, ഇതെല്ലാം വിളിച്ചോതുന്നത് കണ്ണേങ്കാവ് അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ ചൈതന്യമാണ്.
അമ്മയുടെ അനുഗ്രഹം തേടി ആവേശത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ ഭക്തസാഗരത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? സദാനന്ദ സർവഭൂതദയാഭര രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാഭര രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്രേ തുഭ്യം നമോ. ഹേ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാഭര രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാഭര രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. മലമുകളിൽ കരിമലയുടെ മുടിമുകളിൽ അയ്യപ്പ സ്വാമി നിലനിലാവൊളി നീലിമലയില നിറയണ് മനം നിറയൻ പടിപടികൾ 18 പടിയേനുമെറുന്നേ സ്വാമിയപ്പ ഹരിഹര സുതനയ്യപ്പ സ്വാമിയെ കണ്ടു തൊഴുന്നേ സ്വാമിയേ ശരണമയ്യപ്പ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാഭര രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാഭര രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. നീല നീല നീലമലയ സ്വാമിയേ മഞ്ഞണിഞ്ഞൊരാമലയ അയ്യപ്പ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നെയ്യണിഞ്ഞ നിൻരൂപം മണ്ഡലകാലം വന്നേ മണികണ്ഠ ജപം മുഴങ്ങുന്നേ മണ്ഡലകാലം വന്നേ മണികണ്ഠ ജപം മുഴങ്ങുന്നേ മാലയുമിട്ട് മുദ്രകളോടെ മാനസം മണ്ഡലം നോറ്റേ മണ്ഡലകാലം വന്നേ
മണികണ്ഠ ജപം മുഴങ്ങുന്നേ മാലയുമിട്ട് മുദ്രകളോടെ മനസമണ്ഡലം പോലെ മാമലമേലെ വാഴും മോഹിനി മോഹന രൂപ 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 മനസ്സിലാകെ മംഗളമേറും മുഖകമലം സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ ഭൂതനാഥ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര ചരക്ഷമാഭവ ശാസ്ത്രേതുഭ്യം നമോ നമഃ 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 നല്ല വാക്കു ചൊല്ലണം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നന്മ ചെയ്തു വാഴ നാമഘോഷമെന്നും എൻ്റെ നാമഘോഷമെന്നും നിന്റെ നാവിലായി വന്നിടണം നാവിലായി വന്നീ നല്ല ചിന്തയേകണം നല്ല ചിന്തയെ മനസ്സ് ശുദ്ധമാകണം മനസ്സു ശുദ്ധമാ നിത്യനായ ചിൽപ്രകാശം നിത്യനായ ചിൽപ്രകാശ അവനെ വണങ്ങണം
ഇന്നത്തെ ചടങ്ങുകൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഭക്തർക്കായി അന്നദാനം ഒരുക്കിയിരിക്കുന്നു. ഇഡ്ഡലിയും രുചികരമായ സാമ്പാറും ചട്നിയും അടങ്ങിയ ഈ ഭക്ഷണം ഭഗവതിയുടെ പ്രസാദമാണ്. വിളക്ക് മഹോത്സവത്തിനെത്തിയ എല്ലാ ഭക്തർക്കും വിശപ്പകറ്റാൻ ഈ അന്നദാനം അവസരം നൽകുന്നു. ഈ പുണ്യകർമ്മത്തിന് നേതൃത്വം നൽകുന്നത് ക്ഷേത്രത്തിലെ കൂട്ടായ്മയായ ലക്ഷ്മീകം ഗ്രൂപ്പിലെ സഹൃദയരായ വീട്ടമ്മമാരാണ്. അവരുടെ സ്നേഹവും സേവനവുമാണ് ഈ അന്നദാനത്തെ കൂടുതൽ മധുരതരമാക്കുന്നത്. അമ്മയുടെ സന്നിധിയിൽ ഒരേ മനസ്സോടെ പങ്കുവയ്ക്കുന്ന ഈ അന്നം ഭക്തിയുടെയും കൂട്ടായ്മയുടെയും സന്ദേശം വിളിച്ചോതുന്നു. അങ്ങനെ മൂക്കുതല കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ചുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ പ്രധാന ചടങ്ങുകളോടുകൂടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മലയിറങ്ങി വന്ന മേഘമേ, നീ ഭക്തിയാലെരിഞ്ഞു തീർന്നു ധൂപമാകവേ. പൂത്തു നിന്ന കാട്ടിലാകെ ഹരിവരാസനം, പൂത്തു നിന്ന കാട്ടിലാകെ ഹരിവരാസനം. സ്വാമി ശരണമയ്യപ്പ, ശരണം ശരണമയ്യപ്പ. കഠിനമായ വഴികളെത്ര കയറി വന്നു ഞാൻ, അരികിലെത്താൻ ഓടിയെത്തി ശരണമാകുവാൻ. ക്ലേശപാതനായി വന്നു മേലെ എത്തുമ്പോൾ, തലയുയർത്തി മുന്നിൽ നിന്നു ശബരിമാമല. സ്വാമി ശരണമയ്യപ്പ, ശരണം ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ, ശരണം ശരണമയ്യപ്പ. ഉടലറിഞ്ഞ വ്രതവുമായി വന്നു നിന്നു ഞാൻ, അകമഴിഞ്ഞു നിന്റെ കാൽക്കൽ കെട്ടഴിക്കവേ. ഉടലറിഞ്ഞ വ്രതവുമായി വന്നു നിന്നു ഞാൻ, അകമഴിഞ്ഞു നിന്റെ കാൽക്കൽ കെട്ടഴിക്കവേ. ഇരുമുടിയുടെ നെഞ്ചിലേറി വന്നൊരീണമേ, എൻ പഞ്ചഭൂതദുന്ദുഭിയിൽ നിന്റെ കാഹളം. ഏകലോകസീമയായി നിന്റെ കാനനം, ഏകലോകസീമയായി നിന്റെ കാനനം. സ്വാമി ശരണമയ്യപ്പ, ശരണം ശരണമയ്യപ്പ. ശരണമയ്യപ്പ, ശരണം ശരണമയ്യപ്പ. ചിരപുരാതനം സ്വാമി നിന്റെ ദർശനം, ചിന്മയാമൃതം സ്വാമി നിന്റെ ദർശനം.
ഉണ്മയ പ്രിയ